ഒന്നും വകവയ്ക്കാതെ ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുന്നു. കരുനാഗപ്പള്ളിയിൽ നിന്നും ഒരു പ്രേക്ഷക നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീമതി സിന്ധു, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയാണ് അന്ത്യവിശ്രമത്തിന് തൊട്ടു മുൻപുള്ള മണിക്കൂറുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് VS എന്ന ആ മഹാകായനെ ഓർക്കുന്നത്? അദ്ദേഹത്തിന് എൻ്റെ ആദരാഞ്ജലികൾ എൻ്റെ മനസ്സിൽ നിന്നുതിർന്നു വന്ന ഒരു കവിതാ രൂപത്തിൽ ഞാൻ കൊടുക്കുകയാണ്, പ്രണാമർപ്പിക്കുകയാണ്. ആയിരമല്ല പതിനായിരമല്ല ലക്ഷങ്ങൾ വിതുമ്പുന്നു, കണ്ണീർ തുടയ്ക്കുന്നു, നെഞ്ചിൽ കൈവച്ചു പറയുന്നു, നമ്മുടെ സ്വന്തം VS, നമ്മുടെ നെഞ്ചിലെ റോസാപ്പൂവെന്ന്. ആരാണ് നമുക്കീ രണ്ടക്ഷരം? വെറുമൊരക്ഷരമല്ല നമ്മുടെ സഖാവ്, വെറും മനുഷ്യനെ നെഞ്ചോട് ചേർത്തു നിർത്തിയ നമ്മുടെ സ്വന്തം സഖാവ്. കേരളക്കരയാകെ തേങ്ങുന്നു, വിങ്ങുന്നു, വീണ്ടും തേങ്ങുന്നു, കണ്ണീർ തുടയ്ക്കുന്നു, ആവർത്തിക്കുന്നു, തിരക്കുന്നു, ഒരു നോക്കു കാണുവാൻ, ഒന്നു ചുംബിക്കുവാൻ, വീണ്ടും വീണ്ടും തിക്കുന്നു, തിരക്കുന്നു. ആരാണീ നെഞ്ചിലെ റോസാപ്പൂവ്? നമ്മുടെ നെഞ്ചിലെ ഈ റോസാപ്പൂവ് വാക്കും പ്രവൃത്തിയും ഒന്നായി കണ്ട നമ്മുടെ ഈ സൂര്യൻ ആരായിരുന്നു? നമുക്ക് ആരായിരുന്നു? മാതൃകയായി കൈരളിക്കെന്നും അഭിമാനിക്കാം, നമുക്കഭിമാനിക്കാം. നേരുന്നു നമ്മൾ അന്ത്യാഞ്ജലി. മരിച്ചോ? ഇല്ല, മരിക്കില്ല. ആര് പറഞ്ഞു മരിച്ചെന്ന് വീണ്ടും വീണ്ടും ഈ മക്കൾ ചോദിക്കുന്നു. ഇല്ല, മരിച്ചില്ല, മരിക്കില്ല, നമ്മുടെ സഖാവ് മരിക്കില്ല. ഈ കൈരളി മക്കൾ വീണ്ടും വിതുമ്പുന്നു. അന്ത്യാഞ്ജലികൾ ഞാൻ വീണ്ടും അർപ്പിക്കുകയാണ്. എൻ്റെ ഈ ആദരവ്, എൻ്റെ ഈ സ്നേഹം എനിക്കിങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ 2 വരികൾ ഇങ്ങനെ പെട്ടെന്ന് ചൊല്ലിയത്. ഞാനിതൊരു കവിതയെന്ന് പറയുന്നില്ലെങ്കിലും എനിക്ക് അദ്ദേഹത്തിനോടുള്ള, എൻ്റെ ഭർത്താവിൽ നിന്നാണ് ഞാൻ ഈ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ വീര ചരിത്രങ്ങൾ അറിഞ്ഞത്. അന്ന് തൊട്ട് എനിക്ക് ആരാധനയായിരുന്നു. ഞാൻ രാഷ്ട്രീയപരമായി ഒന്നും സംസാരിക്കുകയല്ല, എൻ്റെ മനസ്സിൽ ആരാധിച്ചിരുന്ന എൻ്റെ പിതൃതുല്യനായ വ്യക്തി, അദ്ദേഹത്തിന് ഞാൻ നൽകിയ ആദരാഞ്ജലികളാണിത്. ഏവർക്കും നന്ദി. തീർച്ചയായും സിന്ധുവാണ് അദ്ദേഹത്തോടുള്ള സ്നേഹം എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാനാകുമോ അത്തരത്തിലെല്ലാം തന്നെ സംസ്ഥാനത്തിൻ്റെ അകത്തും